കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ്. ബാംഗ്ലൂർ സദാശിവനഗർ പോലീസാണ് കേസെടുത്തത്. 17 വയസ്സുകാരിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസ്. ഷഫീഖ് നസ്രുള്ളുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് നൽകിയിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഇന്നലെ രാത്രി പോലീസാണ് മുതിർന്ന ബി.ജെ.പി. നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 17 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 8, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 എന്നീ വകുപ്പുകൾ കൂടി കേസെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അമ്മ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈ പോലീസിൽ പരാതി നൽകിയത്. അർദ്ധരാത്രിയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന്, മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ഥിരീകരിക്കാനാവുന്നത്. 2024 ഫെബ്രുവരി 2-നാണ് സംഭവം, ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്മയും ഈ 17 വയസ്സുകാരിയും മകളും ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയുടെ സഹായം തേടാൻ ഓഫീസിൽ പോയിരുന്നു. ആ സമയത്താണ് 17-കാരിയായ പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി എന്ന് പറയുന്നത്. 81-കാരനാണ് യെദ്യൂരപ്പ. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണവും യെദ്യൂരപ്പ നടത്തിയതായി നടത്തിയിട്ടില്ല. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കേസ് ഇപ്പോൾ എടുത്തത്. ഈ സംഭവം നടന്നത് 2024 ഫെബ്രുവരി 2-നാണ് എന്നാണ് അമ്മയുടെ പരാതിയിലുള്ളത്. അന്ന് അമ്മയും മകളും കൂടി ഈ ഒരു തട്ടിപ്പ് കേസിൽ സഹായം തേടി ഓഫീസിലായിരുന്നു. അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ യെദ്യൂരപ്പ ഈ പെൺകുട്ടിയെ, 17 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പരാതിയിലുള്ളത്. ശരി, വിവരങ്ങളാണ് ഷഫീഖ് നസ്രുള്ള നൽകിയത്.